മതതീവ്രവാദത്തിനും മതഭീകരവാദത്തിനുമെതിരായി പിറവി കൊണ്ട നാൾ മുതൽ പിന്മടക്കമില്ലാതെ പൊരുതിയ പ്രസ്ഥാനമാണ് സഖാവ് കുട്ടേട്ടന്റെ പ്രസ്ഥാനം. എപ്പോഴെപ്പോഴെല്ലാം നാം മതതീവ്രവാദത്തിനെതിരായി പൊരുതിയിട്ടുണ്ടോ അപ്പോഴെല്ലാം മതഭീകരവാദികളുടെ മടയിൽ നിന്ന് മടിയില്ലാതെ മുഴങ്ങിക്കേട്ട ഒരു വിദണ്ഡവാദമുണ്ട്. എന്താ അത്? നിരീശ്വരവാദികളായ നിർമ്മത പ്രസ്ഥാനക്കാരായ സ്വർഗനരക പരലോക പുനർജന്മത്തിൽ വിശ്വസിക്കില്ലെന്ന് വീമ്പ് വിളമ്പുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ നിലപാടു തറയിലാണ് നെഞ്ചുവിരിച്ച് നിൽപ്പെന്ന് നകളിക്കുന്ന, അമ്പലത്തിൽ പോവാത്ത, പള്ളിയിൽ പോകാത്ത, നിസ്കരിക്കാത്ത, മാമോദീസ മുക്കാത്ത, മഹറോൻ ചെല്ലേണ്ടവരുടെ കൂട്ടത്തിൽപ്പെടുത്തേണ്ടുന്ന കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് മതത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് എന്നാണ് അവരുടെ ചോദ്യം. കേട്ടാ ശരിയാന്ന് തോന്നൂലേ? മതമില്ലാത്ത നിങ്ങൾക്ക് മതത്തിലെന്തു കാര്യം ചങ്ങായിമാരെ എന്നാണ് അവരുടെ പച്ചയായ ചോദ്യം. കേൾക്കുമ്പോൾ ശരിയാന്ന് തോന്നും, അല്ല. മതമില്ലാത്ത മാർക്സിസ്റ്റുകാർ മതത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയെ ഞങ്ങൾ പറയുന്നുള്ളൂ. ഈ ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും സാരാംശത്തെ ആറ്റിക്കുറുക്കി പിഴിഞ്ഞെടുത്ത് ഒരു കൈക്കുമ്പിളിലാക്കിയാൽ, സാഹിത്യകാരന്മാർ പറയില്ലേ, ആകാശത്തെ ചിമിഴിലൊതുക്കുക, സപ്തസാഗരങ്ങളെ കൈക്കുമ്പിളിൽ കോരുക, 10,000-നെ 10 ചുരുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ മതവിശ്വാസങ്ങളെയും നിലപാടുകളെയും ആറ്റിക്കുറുക്കി പിഴിഞ്ഞെടുത്ത് ഒരു കൈക്കുമ്പിളിലാക്കിയാൽ അതിങ്ങനെ വായിക്കാം: മനുഷ്യൻ നിലവിളിയാണെങ്കിൽ ദൈവം തലോടലാണ് എന്ന്. അതാണ് എല്ലാ മതവും പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഉറപ്പിച്ചു പറയണം, മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ, മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, സഖാവ് കുട്ടേട്ടന്റെ പ്രസ്ഥാനം അഭിമാനത്തോടെ മാത്രമല്ല അല്പമഹങ്കാരത്തിന്റെ മേമ്പൊടി ചേർത്തും പറയാൻ ആഗ്രഹിക്കുന്നു: മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഒന്നാമത്തെ ദൈവം ചെങ്കൊടി പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, സഖാവ് കുട്ടേട്ടന്റെ പ്രസ്ഥാനമാണ് എന്നറിയണം. അതുകൊണ്ട് ഈ പാർട്ടിയെ കാക്കണം കണ്ണിലെ കൃഷ്ണമണി പോലെ.